ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കുള്ള സമയത്തൊക്കെ ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ നല്ല മടിയായിരിക്കും. അതുപോലെ ബാച്ചിലേഴ്സിനാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഓംലെറ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാണെങ്കിൽ നമുക്കൊരു 10 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ മസാല ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. 2 മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചൊരു 2 ടേബിൾ സ്പൂണോളം പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഈ ഓംലെറ്റിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ഭാഗം സവാള പൊടിയായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് വഴന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതിന് പകരം നമുക്ക് എരിവുള്ള മുളക് പൊടി, എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പിന്നെ ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഈ മസാല ഒന്ന് വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് മസാല എല്ലായിടത്തേക്കും ഇതുപോലെ പാനിൻ്റെ അടിവശത്ത് ഒന്നുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം മുഴുവനായിട്ട് ഇതിന് മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പാനിൽ ഈ മസാല കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ എല്ലായിടത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. എന്താ വെച്ചാൽ മസാല അടിയിൽ കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ മുട്ട ഒന്ന് വെന്ത് കിട്ടും. ഇതുപോലെ മുട്ട മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നാൽ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് ആ ഒരു സൈഡ് കൂടി ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പ്രത്യേകിച്ച് വേറെ ഒരു കറികളും ആവശ്യമില്ല. നല്ല മടിയുള്ള സമയങ്ങളിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒരു കറികളില്ലാത്ത സമയത്ത് നമുക്കൊരു 10 മിനിറ്റിൽ എന്തായാലും റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ചൂട് ചോറും ഈ മസാല ഓംലെറ്റും മാത്രം മതി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.